ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സുബാന എച്ച്. എറണാകുളം ലോ കോളേജിലെ 4th ഇയർ BCom LLB സ്റ്റുഡന്റ് ആണ്. അപ്പോൾ 2026 ക്ലിയർക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയും ക്ലിയർ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ എക്സാമിന്റെ സിലബസ് ആണ്. നമുക്കറിയാം മെയിനായിട്ടും 4 സെക്ഷൻസ് ആണ് ക്ലിയർ എക്സാമിലുള്ളത്. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, അതുപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 സെക്ഷൻസ് ആണ്, ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ജനറൽ നോളജിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ലിയുടെ സിലബസ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് പൊതുവെ 36 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അതുപോലെ ജനറൽ നോളജിനകത്ത് 27 ക്വസ്റ്റ്യൻസ്, അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 15 ക്വസ്റ്റ്യൻസ്, അതുപോലെ ലീഗൽ സ്റ്റഡീസിനകത്ത് നിന്ന് 42 ക്വസ്റ്റ്യൻസ്. അപ്പൊ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസും 360 മാർക്സ് ആണ് ക്ലിയർ എക്സാമിൽ ഉണ്ടാവുക. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ഏതെല്ലാം ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ പ്രപ്പോസിഷൻസ്, സ്പോട്ട് എറേഴ്സ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഞങ്ങൾ എഴുതിയ എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിരുന്നു. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ജംബിൾഡ് സെന്റൻസ്, ആന്റണിംസ് ആൻഡ് സിനോണിംസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവാറുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. സ്പെല്ലിംഗ് ടെസ്റ്റ് ഉണ്ട്, ഫോറിൻ ടേംസ്, ഫ്രേസൽ വേർബ്സ്, അഡ്ജക്റ്റീവ് യൂസേജ്, പ്രൊനൗൺ യൂസേജ്, ടെൻസസ്, അതുപോലെ തന്നെ ബേസിക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സിൽ തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചുണ്ടാവാറുള്ളത്. സോ നിങ്ങൾ ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചതെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ആന്റണിംസും സിനോണിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഡെയിലി 10-15 വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ക്വിസ് എടുക്കാനായിട്ട് പറ്റും. ആ ക്വിസ് എടുക്കാനുള്ള സൈറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് പഠിക്കാനായിട്ട് പറ്റും, ഇംഗ്ലീഷിലെ വേർഡ്സും കാര്യങ്ങളൊക്കെ. GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ, ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എല്ലാം കൂടെ നമുക്ക് പഠിച്ചെത്താനായിട്ട് പറ്റില്ല, കാരണം GK കുറേ ഉണ്ട്. അപ്പൊ എത്ര പഠിച്ചാലും പിന്നെ അത്രയും തന്നെ പഠിക്കാനുണ്ടാവും. സോ ഈ ടോപ്പിക്സ് ഒക്കെ എന്തായാലും പഠിച്ചെന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ഇതിന് പുറമേ ഉള്ളത് പഠിക്കാൻ പോവാം. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ബേസിക് GK ഓഫ് വേൾഡ് ഇന്ത്യ കേരള എന്ന് പറയുന്ന ടോപ്പിക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് കവർ ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് എത്ര UN റെക്കഗ്നൈസ്ഡ് കൺട്രീസ് ഉണ്ട് വെൻ ഇറ്റ്സ് കംസ് ടു ദ വേൾഡ്. അപ്പം അതുപോലെ തന്നെ ടോട്ടൽ ലാൻഡ് ഏരിയ എത്രയാണ് വേൾഡിലെ, ടോട്ടൽ വാട്ടർ ഏരിയ ഏതാണ്, അതുപോലെ ടോട്ടൽ പോപ്പുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വേൾഡ് GKനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൂടാതെ തന്നെ ടോട്ടൽ കോണ്ടിനെന്റ്സ്, ടോട്ടൽ ഓഷ്യൻ, ഹയസ്റ്റ് പോയിന്റ് ഏതാണ്, ഡീപ്പസ്റ്റ് ഓഷ്യൻ പോയിന്റ് ഏതാണ്, പിന്നെ സ്മോളസ്റ്റ് ഓഷ്യൻ, അതുപോലെ ഹയസ്റ്റ് മൗണ്ടെയിൻ, ലോങ്സ്റ്റ് റിവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക് GK ഓഫ് ഇന്ത്യനകത്ത് വരുമ്പം ഇന്ത്യ ഏത് പാർട്ടിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് സൗത്ത് ഏഷ്യയിലാണ്. അതുപോലെ തന്നെ എത്രാമത്തെ ലാർജസ്റ്റ് കൺട്രിയാണ്, എത്രാമത്തെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്, 7th മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്, അതുപോലെ തന്നെ ഏതൊക്കെ നൈബറിംഗ് റീജിയൻസ് ആണുള്ളത്, ഈസ്റ്റ് ടു വെസ്റ്റ്, നോർത്ത് ടു സൗത്ത് നിന്ന് എത്ര കിലോമീറ്റേഴ്സ് ഒക്കെയാണ് ഇന്ത്യ കവർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും. അതുകൂടാതെ തന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ ഇന്ത്യയുടെ കറൻസി, ലാംഗ്വേജസ് എത്ര എണ്ണം ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്, മൗണ്ടെയിൻസ് ഏതാണ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഏതാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബേസിക് GK ഓഫ് ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക് GK ഓഫ് കേരളത്തിനകത്ത് വരുമ്പോഴത്തേനും നമ്മൾ പഠിക്കുന്നത് എന്നാണ് കേരള എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതുപോലെ തന്നെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, നമ്പർ ഓഫ് താലൂക്ക് എത്രയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് എത്രയാണ്, അതുപോലെ തന്നെ എത്ര ലോക്സഭാ സീറ്റ്സ് ആണുള്ളത്, ടോട്ടൽ MLAs എത്രയാണുള്ളത്, അതുകൂടാതെ നമ്പർ ഓഫ് റിവേഴ്സ്, നമ്പർ ഓഫ് ലേക്സ്, നാഷണൽ ഹൈവേ, അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജനറൽ നോളജ് വേൾഡ് ഇന്ത്യ കേരള എന്നുള്ളത്. അപ്പോൾ ജനറൽ നോളജ് ഓഫ് വേൾഡിനകത്ത് എന്തെല്ലാം ടോപ്പിക്സ് ആണ് വരുന്നത്, ഇമ്പോർട്ടന്റ് ബോർഡർ ലൈൻസ്. അപ്പോൾ ബോർഡർ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 17th പാരലൽ, അതുപോലെ തന്നെ ഡ്യൂറന്റ് ലൈൻ, പിന്നെ അതുപോലെ തന്നെ മക്മോഹൻ ലൈൻ തുടങ്ങിയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അപ്പൊ അത് ഏത് രാജ്യങ്ങളൊക്കെ തമ്മിലുള്ളതാണ് നോക്കാം. അപ്പൊ മക്മോഹൻ ലൈന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ ലൈനാണ്. അതുപോലെ തന്നെ ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ലൈനാണ്. സോ അതുപോലെ തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബോർഡർ ലൈൻസ് പഠിച്ചു വെക്കാം.
ഇനി വേൾഡ് ജികെയിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്ക കണ്ടുപിടിച്ചതാരാ? ക്രിസ്റ്റോഫർ കൊളംബസ്. അതുപോലെ നോർത്ത് പോളിലേക്ക് ആദ്യം ആയിട്ട് പോയതാരാ? റോബർട്ട് പേറി. അപ്പൊ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മോണുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിബർട്ടി വരും, ഇഫൽ ടവർ വരും, അതുപോലെ തന്നെ ജുമാ മസ്ജിദ് ഇൻക്ലൂഡഡ് ആണ്, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്, താജ്മഹൽ, ചാർമിനാർ. അപ്പം ഇതൊക്കെ നമ്മൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തത് ആരാന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺട്രി ക്യാപിറ്റൽ, കറൻസി ആൻഡ് ദെയർ പാർലമെന്റ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈനയുടെ ക്യാപിറ്റൽ ബീജിംഗ് ആണ്. അതുപോലെ തന്നെ ചൈനയിലെ കറൻസി വരുന്നത് ചൈനീസ് യുവാൻ ആണ്. അതുപോലെ തന്നെ അവരുടെ പാർലമെന്റിന് പറയുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ്. സോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിന്റെയും കൺട്രി ക്യാപിറ്റൽ, കറൻസി, പാർലമെന്റ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ എംബ്ലംസ് ആണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ UNO, UN ഏജൻസീസ്, UN ട്രീറ്റീസ്, അതുപോലെ കൺവെൻഷൻസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. UNOന്റെ ഫോർമേഷൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ചേക്കുക. അതുപോലെ തന്നെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് UNOക്ക് ഉള്ളത്. അതാണ് ജനറൽ അസംബ്ലി, അതുപോലെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, UN സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതെല്ലാം കൂടാതെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിസെഫ്, അതുപോലെ തന്നെ UNDP, UNEP തുടങ്ങിയിട്ടുള്ള. അപ്പൊ അതിന്റെയൊക്കെ ഫോർമേഷൻ ഡേറ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അവർ എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാം. ആൻഡ് ഓൾസോ അതിന്റെയൊക്കെ ഹെഡ് ആരാണ് ഇപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജോഗ്രഫിക്കൽ സർനെയിംസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജോഗ്രഫിക്കൽ സർനെയിംസ് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്റിൽ ഫീൽഡ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബെൽജിയം ആണ്. അതുപോലെ തന്നെ സിഗ്മാൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് തുർക്കിയാണ്. ട്വിൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബുദാപെസ്റ്റ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജിയോഗ്രഫിക്കൽ സർനെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ പേര് പഠിക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കുക, ഇയർ പഠിക്കുക, പിന്നെ അതിന്റെ ഹെഡ്സ് ആരാന്നുള്ളത് പഠിക്കുക. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഓസ്ട്രേലിയ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ബ്രിക്സ്, സാർക്ക്, ആസിയാൻ, അതുപോലെ ഷാങ്ഹായ് കോർപ്പറേഷൻ, നാറ്റോ, കോമൺവെൽത്ത് നേഷൻ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇതിനൊരു എക്സാമ്പിൾ വരുന്നത്. ഇത് കൂടാതെ ഉണ്ട് കേട്ടോ G20, G77, G7, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ്, ICC ഉണ്ട്, IOC ഉണ്ട്, അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, അതുകൂടാതെ ഫിഫ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ വരുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, തീംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ April 22 പ്രത്യേകത എന്താണ്? ആ ദിവസമാണ് നമ്മൾ വേൾഡ് എർത്ത് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. സോ ആ ഒരു ഡേറ്റിന്റെ തീം എന്താണെന്നത്, അപ്പോൾ ഓരോ വർഷവും എന്താ പറയാ ഈ പറയുന്ന ഡേറ്റ്സിന്റെ തീം മാറിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജനറൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ജനറൽ സയൻസിന്റെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ബേസിക് സാധനങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നാലാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് ഇൻ വേൾഡ് ഇന്ത്യ കേരള. അതിനകത്ത് വരുമ്പം ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാണ്, ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്, ഫസ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ കേരളയിൽ വരുമ്പോൾ ഫസ്റ്റ് എന്താ പറയാ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇന്ത്യ കേരള വേൾഡിനകത്ത് ഫസ്റ്റിനകത്ത് വരുന്നത്. അതായത് ആദ്യത്തത് ആരാണെന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ ടോപ്പിക്കാണ് സൂപ്പർലേറ്റീവ്സ് എന്ന് പറയുന്നത്. സൂപ്പർലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹയസ്റ്റ്, ലോങ്ങസ്റ്റ്, ഡീപ്പസ്റ്റ്, അതുപോലെ സ്മോളസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോങ്ങസ്റ്റ് റിവർ, ഹയസ്റ്റ് മൗണ്ടെയിൻ തുടങ്ങിയിട്ടുള്ള അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സൂപ്പർലേറ്റീവ്സ് പഠിക്കേണ്ടത്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് വേൾഡ് ഇന്ത്യ കേരള എന്നുള്ളത്. അതായത് ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി പഠിച്ചു വെക്കുക, കൂടുതൽ ഇൻഡെപ്തിലേക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ജോഗ്രഫി അതുപോലെ തന്നെയാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ ആർട്ട് ഫോം ആണുള്ളതെന്നാണ് പഠിക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്കാർ അവാർഡ് ആ ഇയറിൽ ആർക്കൊക്കെ ഏതൊക്കെയാണ് കിട്ടിയെന്നുള്ള പഠിക്കുക. അതുപോലെ എപ്പോഴും ആ ഇയറിലെയും പഠിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഓസ്കാർ പ്രൈസ് നോക്കുക, അതുപോലെ നൊബേൽ പ്രൈസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്പോർട്സ് ആണ്. അതിനകത്ത് ഇന്റർനാഷണൽ സ്പോർട്സ് ഉണ്ട്, നാഷണൽ സ്പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പോർട്സ് ഉണ്ട്. അതിനകത്ത് പ്രൈസ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ 11th ടോപ്പിക്കാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന്റെ ബുക്കോ ജഡ്ജസിന്റെ ബുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ ബുക്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. അടുത്ത ടോപ്പിക്കാണ് എക്കണോമിക്സ്.
അത് വളരെ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബേസിക് ആയിട്ട് അറിഞ്ഞിരിന്നാൽ മതി. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. അബ്രിവേഷന് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ILOയുടെ ഫുൾ ഫോം എന്താണ്? അതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതുപോലെ IMF എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. സോ തുടങ്ങിയിട്ടുള്ള ഫുൾ ഫോംസും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് ആണ്. അതുകൂടാതെ ലിസ്റ്റ് ഓഫ് ഫോബിയാസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയസ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് സ്കീംസ്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീമുകൾ ഉണ്ടാവും, അതും നോക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ GKയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ആൻഡ് ഓൾസോ ഈ ടോപ്പിക്സ് എല്ലാം വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് കൂടാതെയുള്ള ഒരുപാട് ടോപ്പിക്സ് പഠിക്കാം. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്സിനകത്ത് തന്നെ ഒരുപാട് പഠിക്കാനുള്ള കണ്ടന്റ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നല്ല വൃത്തിയിൽ പഠിക്കാം. അതുപോലെ എസ്പെഷ്യലി കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മാത്രമാണ് നമുക്ക് GKയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം മറന്നു പോകും. അപ്പോൾ ഉള്ള സമയത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്ത് നല്ല വൃത്തിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ GKയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റിൽ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു പോയാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില GK ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്രത്തോളം വാസ്റ്റ് ആണ് GK എന്ന് പറയുന്ന ഒരു സബ്ജക്ട്. അപ്പം അതിനകത്ത് നമുക്ക് പറ്റുന്ന പോലെ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ടോപ്പിക്സ് നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് പോകണം. ഇത്രയൊക്കെ ടോപ്പിക്സ് ആണ് ജനറൽ ഇംഗ്ലീഷിനകത്തും ജനറൽ നോളജിനകത്തും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. സോ ഇത്രയും ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എക്സാം എഴുതാനായിട്ട് പോവുക. ആൻഡ് ഇനി നമുക്ക് 2 സെക്ഷൻസ് കൂടെ ബാക്കിയുണ്ടല്ലേ, അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയും അതുപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും. ആ ഒരു 2 സെക്ഷൻസിനെ കുറിച്ച് അതിന്റെ സിലബസിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഐനോ ഈ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം ലെങ്തിയാണ്, അതുകൊണ്ടാണ് 4ഉം കൂടെ ഒരുമിച്ച് പറയാതെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ കോളേജിൽ SFIയുടെ കീഴിൽ ഫ്രീ ആയിട്ട് ക്ലീയുടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോസ്റ്ററിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ ഗൈസ്.